everyone, it's me Rahul. Welcome to the Chart Talks. ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിഫ്റ്റി ഒരു അപ് മൂവ് നടത്തി. ഞാൻ ടാർഗറ്റ് വരച്ചിട്ടുണ്ടായിരുന്നു 600, അതായത് 22600. ഇന്നലെ ആ ടാർഗറ്റ് ഹിറ്റ് ചെയ്തായിരുന്നു അല്ലേ. അപ്പോൾ ജസ്റ്റ് നമുക്ക് നാളത്തെ എന്താണ് നിഫ്റ്റിയുടെ വ്യൂ എന്ന് നോക്കാം. അപ്പം ഈ ഒരു ട്രെൻഡ് ലൈൻ ലാസ്റ്റ് നമ്മുടെ നിഫ്റ്റി ആ ഒരു ഡിപ്പ് തന്നിട്ട് ആ ഒരു മൂവ്മെന്റ് ചെയ്തപ്പം നമ്മുടെ ഈ ഒരു ട്രെൻഡ് ലൈൻ കണ്ടില്ല, ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തിട്ട് നിഫ്റ്റി ആ ഒരു മൂവ്മെന്റ് നടത്തിയത് മുകളവശത്ത്. ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തപ്പം നിഫ്റ്റിക്ക് നല്ലൊരു മൂവ്മെന്റും കയറി വന്നു. അതായത് നിഫ്റ്റി നമ്മുടെ മേജർ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ സപ്ലൈ സോൺ ആയിട്ടുള്ള 23,800 വരെ പോയി. ഈ ഏരിയ വരെ കഴിഞ്ഞോട്ടും പോയായിരുന്നു. ഇതാണിപ്പം ഇത് വിക്ക് നോക്കണ്ട, നമ്മുടെ ഈ ഒരു ബോഡി വെച്ച് നോക്കിയാൽ മതി. ഇതൊരു ബോഡി ക്ലോസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ നമ്മൾ അതിന്റെ ഇമ്പോർട്ടൻസ് വളരെ കുറവായിരിക്കും. അപ്പം ഇവിടം വരെ പോയായിരുന്നു കഴിഞ്ഞ വട്ടം കണ്ടോ. അപ്പം ഇപ്പം കണ്ടോ, നമ്മുടെ ചാർട്ടിൽ നമുക്ക് കാണാം നിഫ്റ്റി ഏകദേശം ആ ഒരു റെസിസ്റ്റൻസിലാണ് വന്ന് ഇപ്പം നിൽക്കുന്നത് കണ്ടോ. അപ്പോൾ നാളെ ഇതിന്റെ മുകളിൽ ഒരു ഓപ്പണിംഗ് ഉണ്ടായിട്ട് ഇതിന് മുകളിൽ നാളെ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നാളെ നമുക്കൊരു അപ്പ് കാണാൻ കഴിയും. അപ്പോൾ ടെമ്പററി ഇനി നമുക്കൊരു ഡൗൺ സൈഡിലോട്ട് ട്രേഡ് ആസ് പെർ ഒരു ഡയറക്ഷൻ ട്രേഡറിന് നോക്കാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. മീൻസ് കാരണം ഓൾറെഡി നിഫ്റ്റി ഒരു ചെറിയ റിവേഴ്സൽ ഉണ്ട്. ഈ ഒരു ഏരിയ കൂടെ ബ്രേക്ക് ചെയ്ത് വെച്ചാൽ നിഫ്റ്റിക്ക് മുകളോട്ട് നല്ലൊരു മൂവ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം നമുക്ക് ഇന്നത്തെ ഡേ ഹൈ ഡേ ലോ എന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. അപ്പം നാളത്തെ എന്താണ് നാളത്തെ പ്ലാൻ നമുക്ക് ജസ്റ്റ് നിഫ്റ്റിനെ 15 മിനിറ്റ്സിലോട്ട് ഇട്ടിട്ട് ചാർട്ട് നമുക്ക് നോക്കാം. സി നിഫ്റ്റി നമ്മുടെ ആ ഒരു റെസിസ്റ്റൻസിന്റെ അടുത്താണ് നിഫ്റ്റി നിൽക്കുന്നത്. ഇന്ന് ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്തു, പക്ഷെ ഒരു ബോഡി ക്ലോസ് തരാത്തതുകൊണ്ട് തന്നെ നിഫ്റ്റി താഴെ പോകുന്നു. പക്ഷെ നിഫ്റ്റി കണ്ടോ ഒരു നമ്മുടെ ഒരു ഹയർ ലോ പാറ്റേണിലോട്ട് നിഫ്റ്റി പോയിട്ടുണ്ട് കണ്ടോ. സി ഒരു ലോയും നിഫ്റ്റി ബ്രേക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ നാളെ ഈ ഒരു പാറ്റേണിൽ നിഫ്റ്റി മുകളിലോട്ട് കയറി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മുടെ നാളത്തെ വ്യൂവും ഇങ്ങനെ തന്നെ വേണം. അപ്പോൾ ജസ്റ്റ് നമുക്ക് നാളത്തെ ടാർഗറ്റ്സ് ഒക്കെ ജസ്റ്റ് ഒന്ന് പറയാം. ഓക്കെ, അപ്പൊ നാളെ നിഫ്റ്റി ഈ ഏരിയ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, ഒരു ഗ്യാപ്പ് അപ്പിലോ ഒരു ഫ്ലാറ്റ് ടോപ്പിനോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എന്താ പറയാ, നാളെ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് നമുക്ക് 22,855 ഓക്കെ 800 കാണാൻ കഴിയും. 22,800 അല്ലെങ്കിൽ 855 ഈ ഒരു സോണിൽ നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് നമുക്ക് നാളെ കൊടുക്കാൻ കഴിയും. സെക്കൻഡ് ടാർഗറ്റ് ആയിട്ട് നമുക്ക് അതിന്റെ മുകളിലുള്ള സപ്പോർട്ട് സോൺ ആയിട്ടുള്ളത് ഇവിടെ 23,014. അങ്ങനെ നാളത്തെ ട്രേഡ് ഇങ്ങനെ പ്ലാൻ ചെയ്യാൻ കഴിയും. ഇന്ന് ഞാൻ പറഞ്ഞായിരുന്നു നമ്മൾ എങ്ങനെ ട്രേഡ് പ്ലാൻ ചെയ്യേണ്ടത്. ഏകദേശം അതേ ഒരു പാറ്റേണിലാണ് നിഫ്റ്റി പോയിട്ടുള്ളത്. അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലത്തെ ഡേ ഹൈ ആയിട്ടുള്ള ഈ ഒരു ഹൈയിൽ വന്ന് ടാപ്പ് ചെയ്തിട്ട് തിരിച്ചു പോകുമ്പോൾ ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഇതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ എപ്പോഴും നമ്മുടെ സപ്പോർട്ടിൽ വന്നിട്ട് സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ച് പോകുമ്പോൾ ട്രേഡ് എടുക്കുകയാണെങ്കിൽ നമുക്ക് കണ്ടോ ഈ ഒരു ഫോർമേഷൻ വരികയാണെങ്കിൽ നമുക്ക് ഒരു ക്ലിയർ വ്യൂ കിട്ടും. കറക്റ്റ് അതുപോലെ തന്നെയല്ലേ, ഒരു ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ആയി ആ ഗ്യാപ്പ് അപ്പ് ചാടി കയറി എടുക്കാതെ ഒന്ന് ഹോൾഡ് ചെയ്ത് നിന്ന് നമ്മുടെ സപ്പോർട്ടിൽ വന്നിട്ട്, അതായത് നമ്മുടെ ഇന്നലത്തെ ഡേ ഹൈയുടെ മുകളിൽ വന്നിട്ട് ആ ഗ്യാപ്പ് ഫിൽ ചെയ്തു. എന്നിട്ട് നിഫ്റ്റി കണ്ടോ ആ ഒരു സിംഗിൾ ക്യാൻഡിലിൽ ഒരു ട്രേഡ് എടുത്തിട്ട് ഇതിന്റെ അടിയിൽ സ്റ്റോപ്പ് ലോസ്, ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന്റെ അടിയിൽ സ്റ്റോപ്പ് ലോസ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മോണോട്ടുള്ള ട്രേഡ് പ്ലാൻ ചെയ്യാൻ പറ്റും. കറക്റ്റ് അതേപോലെ തന്നെ ഇതിന്റെ അടിയിൽ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് നിഫ്റ്റി നേരെ കയറി മുന്നോട്ട് പോയി. അപ്പം നാളെയും സെയിം ഇത് തന്നെയാണ് ഞാൻ പറയുന്നത്. നാളെ നിഫ്റ്റി ബ്രേക്ക് ചെയ്ത് മുകളിൽ കയറി ഗ്യാപ്പ് അപ്പ് ആണെങ്കിലും ഫ്ലാറ്റ് ഓപ്പൺ ആണെങ്കിലും ജസ്റ്റ് നമ്മുടെ ഡേ ലോ ആയിട്ടുള്ള അപ്പർ ഡേ ലോ ആയി മാറും മുകളിലോട്ട് നിഫ്റ്റി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ്. അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ ഡേ ഹൈ ആയിട്ടുള്ള ഏരിയയിൽ നിഫ്റ്റി വന്നിട്ട് ഇവിടുന്ന് മുകളിലോട്ട് പോയിട്ട് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക, ഒന്ന് ഹോൾഡ് ചെയ്യുക, തിരിച്ചു വന്നിട്ട് ഇവിടെ സപ്പോർട്ട് എടുത്തിട്ട് മുകളിലോട്ട് പോകാൻ വെയിറ്റ് ചെയ്യുക. എടുത്തു കഴിഞ്ഞാൽ നല്ല ട്രേഡും മുകളിലോട്ട് കിട്ടും. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഇതിൻ്റെ അടിയിൽ തന്നെ നമ്മുടെ സ്റ്റോപ്പ് ലോസും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. നിഫ്റ്റി മാക്സിമം നാളെ ഫ്ലാറ്റ് ഓപ്പണോ അല്ലെങ്കിൽ ഗ്യാപ്പ് അപ്പ് ആകാനാണ് ചാൻസ് കൂടുതൽ. അപ്പം നാളെ മുകളിലോട്ടുള്ള 22,855 23,014 ഈ രണ്ട് ഇതും നാളെ കാണാൻ കഴിയും. അപ്പോൾ ജസ്റ്റ് ബാങ്ക് നിഫ്റ്റി നോക്കാം നമുക്ക്.
സി ബാങ്ക് നിഫ്റ്റിയും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ചാടി കയറി എടുക്കാതെ ഒന്ന് ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു താഴെ വന്നിട്ട് മുകളിലോട്ട് പോകുമ്പോൾ ആണെങ്കിൽ ഒരു ക്ലിയർ വ്യൂ കൂടെ ഉണ്ട്. താഴെ വന്നിട്ട് മുകളിലോട്ട് പോയി ജസ്റ്റ് ഒരു ലോ ബ്രേക്ക് ചെയ്തിട്ടില്ല, പിന്നെ മുകളിലോട്ട് തന്നെ പോയി. ഓക്കെ, ഈ ഒരു പാറ്റേണിലാണ് ഇന്നലെ ബാങ്ക് നിഫ്റ്റിയും പോയിട്ടുള്ളത്. അപ്പം ബാങ്ക് നിഫ്റ്റി നമുക്ക് ജസ്റ്റ് ബാങ്ക് നിഫ്റ്റിനെ കംപ്ലീറ്റ് ഒന്ന് റിമൂവ് ചെയ്യാം. എന്നിട്ട് ബാങ്ക് നിഫ്റ്റിയുടെ ഡേ ഹൈയും ഡേ ലോയും നമുക്കൊന്ന് മാർക്ക് ചെയ്ത് വെക്കാം. ഡേ ലോ ഇതാണ്, ഡേ ഹൈ ഇതാണ്. അപ്പം ബാങ്ക് നിഫ്റ്റി നാളെ ഡേ ഹൈയുടെ മുകളിൽ ചെല്ലുമ്പം, ഇവിടുന്ന് ബാങ്ക് നിഫ്റ്റി ഡേ ഹൈയുടെ മുകളിൽ ചെല്ലുമ്പം നമുക്ക് ഇവിടുന്ന് ട്രേഡ് പ്ലാൻ ചെയ്യാം. ഒന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്ത് ഒരു ജസ്റ്റ് റിട്ടേൺ അടിച്ചിട്ട് ഒന്ന് മുകളിലോട്ട് പോകുകയാണെങ്കിൽ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ ഈ ഒരു ടാർഗറ്റ് നമുക്ക് നാളെ കാണാൻ കഴിയും. ഈ ഒരു ഇത് ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ട് ബാങ്ക് നിഫ്റ്റി 51,357 നാളെ നമുക്ക് ടാർഗറ്റായിട്ട് എടുക്കാൻ കഴിയും. അപ്പം ബാങ്ക് നിഫ്റ്റിയുടെ ഫസ്റ്റ് ടാർഗറ്റായിട്ട് 51,357. അപ്പം നാളെയും ഇതും ഇങ്ങനെ തന്നെ നമ്മൾ പ്ലാൻ ചെയ്യണം. ബ്രേക്ക് ചെയ്ത് ഡേ ഹൈ ബ്രേക്ക് ചെയ്തിട്ട് ഒന്ന് ഒരു തിരിച്ച് വന്നൊരു സപ്പോർട്ട് എടുത്തിട്ട് മുകളിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഒന്ന് ബ്രേക്ക് ഒന്ന് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ 9:15 9:30 ട്രേഡ് എടുക്കണമെന്ന് എവിടെയും എഴുതിയിട്ടില്ല. നമുക്ക് എപ്പോഴും ഒന്ന് ഡയറക്ഷണലായിട്ട് ട്രേഡ് എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇന്നലെ 9:15 ഓപ്പൺ ചെയ്ത് ഇവിടെ വന്ന് തിരിച്ച് പോയപ്പോൾ ഏകദേശം 10:30 ആയി കഴിഞ്ഞപ്പോഴാണ് ഇതിന് വ്യൂ വന്നത്. കണ്ടോ, വ്യൂ വന്നിട്ട് ഇത് മുകളിലോട്ട് കയറിപ്പോയി. അപ്പം അതേപോലെ ഇപ്പം ഫസ്റ്റ് രാവിലെ മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ആയിട്ട് പെട്ടെന്ന് കയറി ലോസ് പോകുന്നതിനേക്കാളും നല്ലതാണ് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. നമ്മുടെ ഏരിയയിൽ നമ്മുടെ സെറ്റപ്പിലുള്ള ട്രേഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അവിടെ വന്നിട്ട് ട്രേഡ് ചെയ്യുക. ഈ ഒരു ഏരിയയിൽ നാളെ ട്രേഡ് ചെയ്യാതിരിക്കുന്നത് നല്ലതാണ്. നോ ട്രേഡ് സോൺ ആയിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം. ഈ ഒരു ഏരിയയിൽ നാളെ ട്രേഡ് ചെയ്യാതിരിക്കുന്നത് നല്ലതാണ്. നിഫ്റ്റി നമുക്ക് അവിടെ നിന്ന് മാർക്ക് ചെയ്തേക്കാം നോ ട്രേഡിങ് സോൺ ആയിട്ട്. നമുക്ക് നിഫ്റ്റിയും അവിടെ നമുക്ക് ട്രേഡ് ചെയ്യേണ്ട. നിഫ്റ്റിയും ഈ ഒരു ഏരിയ നാളത്തെ നോ ട്രേഡിങ് സോൺ ആയിരിക്കും. അപ്പോൾ നോ ട്രേഡിങ് സോണിൽ ട്രേഡ് ചെയ്യരുത്, കാരണം നമുക്കൊരു വ്യൂ ഉണ്ടാവില്ല. അപ്പം ബാങ്ക് നിഫ്റ്റിയും പറഞ്ഞ പോലെ തന്നെ ഈ ഒരു മൂവ്മെന്റ് നാളെ മാർക്കറ്റിൽ കാണാൻ കഴിയും. ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് കയറിയിട്ട് റിവേഴ്സ് ബാക്ക് ദെൻ പുൾ ബാക്ക്. ഓക്കെ, ഇതാണ് ബാങ്ക് നിഫ്റ്റിയുടെ നാളത്തെ ട്രേഡ് 51,357. ആൻഡ് നിഫ്റ്റി ഓൾസോ ഞാൻ പറഞ്ഞ പോലെ ഒരു ജസ്റ്റ് ഒരു ബ്രേക്ക് ചെയ്തിട്ട് ബ്രേക്ക് ചെയ്യാൻ വെയിറ്റ് ചെയ്യുക. ഇത് ഫ്ലാറ്റ് ഓപ്പൺ ആണെങ്കിലും ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വെയിറ്റ് ചെയ്യുക. ഈ റെസിസ്റ്റൻസ് സപ്പോർട്ട് എടുത്തിട്ടും ട്രേഡ് ചെയ്യാം, അല്ലെങ്കിൽ ഡേ ഹൈ ബ്രേക്ക് ചെയ്ത് സപ്പോർട്ട് എടുത്തിട്ടും ട്രേഡ് ചെയ്യാം. ഈ രണ്ട് സോളും ട്രേഡ് ചെയ്യാം. പക്ഷേ ഈ ഒരു സോൾ ട്രേഡ് ചെയ്യാതിരിക്കുക. ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 22,855 23,014 ഇത് രണ്ട് ടാർഗറ്റ് നാളെ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.